Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പയ്യന്നൂർ മേഖലയിലെ യാത്രാക്ലേശത്തിന് പരിഹാരമായി പുതിയ KSRTC സർവീസുകൾ ആരംഭിച്ചു. യാത്രാ സൗകര്യങ്ങൾ കുറവായിരുന്ന ഉൾപ്രദേശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച ഈ സർവീസുകൾ സാധാരണക്കാരായ യാത്രക്കാർക്ക് വലിയ രീതിയിൽ ഉപകാരപ്പെടും. പയ്യന്നൂർ പ്രദേശത്തെ യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പയ്യന്നൂർ കേന്ദ്രീകരിച്ച് വിവിധ റൂട്ടുകളിലേക്ക് പുതിയ KSRTC സർവീസുകൾ ആരംഭിച്ചു. MLA TI മധുസൂദനന്റെ നിരന്തരമായ ഇടപെടലുകളെ തുടർന്നാണ് വ്യാഴാഴ്ച മുതൽ ഈ സർവീസുകൾ നിലവിൽ വന്നത്. മലയോര മേഖലയിലേക്കും അയൽപട്ടണങ്ങളിലേക്കും പുതിയ ബസ്സുകൾ എത്തുന്നതോടെ വിദ്യാർത്ഥികൾക്കും സ്ഥിരം യാത്രക്കാർക്കും വലിയ ആശ്വാസമാകും. പയ്യന്നൂരിൽ നിന്നും കാര തലിച്ചാലം വഴി രാവിലെ 6:10 10 മണിക്കും ചെറുവത്തൂരിലേക്കും ഉച്ചയ്ക്ക് 2 മണിക്ക് നീലേശ്വരത്തേക്കും തിരിച്ച് ചെറുവത്തൂരിൽ നിന്ന് രാവിലെ 7:10 11 മണിക്കും കൂടാതെ നീലേശ്വരത്ത് നിന്ന് 3 മണിക്കും അതേ റൂട്ടിൽ പയ്യന്നൂരിലേക്കും ട്രിപ്പുകളുണ്ട്. പയ്യന്നൂരിൽ നിന്ന് ഓണക്കുന്ന് സ്വാമിമുക്ക് പുത്തൂർ ഒയോളം വഴി ചീമേനിയിലേക്ക് രാവിലെ 8 മണിക്കും വൈകുന്നേരം 4:45 തിരിച്ച് ചീമേനിയിൽ നിന്നും ഒയോളം പുത്തൂർ സ്വാമിമുക്ക് വെള്ളൂർ ആൽവഴി രാവിലെ 9 മണിക്കും വൈകുന്നേരം 5:45 ട്രിപ്പുകളുണ്ട്. പയ്യന്നൂരിൽ നിന്നും കാനായി മണിയറ വഴി ഉച്ചയ്ക്ക് 12:15 മാതമംഗലത്തേക്കും തിരിച്ച് ഉച്ചയ്ക്ക് 1:15 പയ്യന്നൂരിലേക്കും ട്രിപ്പുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. യാത്രാ സൗകര്യങ്ങൾ കുറവായിരുന്ന ഉൾപ്രദേശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച ഈ സർവീസുകൾ സാധാരണക്കാരായ യാത്രക്കാർക്ക് വലിയ രീതിയിൽ ഉപകാരപ്പെടും. ദീർഘകാലമായിട്ട് ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യമാണ് ഇതുവഴിയുള്ളൊരു യാത്രാ സൗകര്യം. ഇപ്പോൾ ആളുകൾ സ്വകാര്യ വാഹനങ്ങളെയാണ് പ്രധാനമായിട്ടും ഇതുവഴി ആശ്രയിക്കുന്നത്. അപ്പോൾ ആ രംഗത്താണ് MLA ഇടപെട്ടുകൊണ്ട് ഇതുവഴി ഒരു പുതിയ റൂട്ട് ഉണ്ടാക്കുകയും KSRTC ഈ റൂട്ട് വഴി യാത്ര കൊടുക്കുകയും ചെയ്യുകയാണ്. ഇത് മാത്രമല്ല, പയ്യന്നൂരുമായി ടൗണുമായി ബന്ധപ്പെടുന്ന ഒയോളം വഴി മറ്റൊരു ബസ്സും അതോടൊപ്പം തന്നെ മാധവങ്ങനം ഭാഗത്തേക്ക് മറ്റൊരു ബസ്സും ഇന്നത്തോടുകൂടി യാത്ര ആരംഭിക്കുകയാണ്. കൂടുതൽ റൂട്ടുകളിലേക്ക് സർവീസുകൾ വ്യാപിപ്പിക്കുന്നതിനുള്ള നടപടികൾ തുടരുമെന്ന് MLA ഓഫീസ് അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ജനപ്രിയ ബജറ്റുമായി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത്. കല്യാശ്ശേരിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇനി ബ്രാൻഡ് ചെയ്യപ്പെടും. തെയ്യം കലാകാരന്മാർക്ക് അണിയലം വാങ്ങാൻ പദ്ധതിയിൽ ഫണ്ട് വകയിരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ശ്രീധരൻ ബജറ്റ് അവതരിപ്പിച്ചു. സമഗ്ര നെൽകൃഷി വികസനത്തിന് 35.64 ലക്ഷം, പച്ചക്കറി കിഴങ്ങുവിള പ്രോത്സാഹനത്തിന് 4 ലക്ഷം, ഉൽപാദന മേഖലയ്ക്ക് 1,14 ലക്ഷം ഉൾപ്പെടെ 1,33 ലക്ഷം രൂപയാണ് ബജറ്റിൽ ഉൽപാദന മേഖലയ്ക്ക് നീക്കിവച്ചിട്ടുള്ളത്. ഉൽപാദന ക്ഷീര ആരോഗ്യ മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ളതാണ് ഇത്തവണത്തെ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ്. തെയ്യം കലാകാരന്മാർക്ക് തെയ്യച്ചമയങ്ങൾ വാങ്ങി നൽകാൻ 10 ലക്ഷം ഉൾപ്പെടെ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. കൈപ്പാട് കൃഷി ഉൾപ്പെടെ കാർഷിക ക്ഷേമത്തിനും കാർഷിക മേഖലയ്ക്കും ഊന്നൽ നൽകുന്ന പദ്ധതി നിർദ്ദേശങ്ങൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2,59,67,930 രൂപ. ആകെ റവന്യൂ വരവ് 1,23,24,000 രൂപ. ആകെ മൂലധന വരവുകൾ 3,91,81,000 രൂപ. ആകെ വരവുകൾ 11,15,05,000 രൂപ മാത്രം. കല്യാശ്ശേരിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇനി ബ്രാൻഡ് ചെയ്യപ്പെടും. യുവജനങ്ങൾക്ക് തൊഴിൽ നൽകുന്ന പദ്ധതികളും മത്സ്യമേഖലയ്ക്ക് ഊന്നൽ നൽകുന്ന പദ്ധതികളും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷാംഗവും വനിതാ ലീഗ് മാട്ടൂൽ പഞ്ചായത്ത് പ്രസിഡന്റുമായ SC സൈനബ അഭിപ്രായപ്പെട്ടു. സൃഷ്ടിക്കുന്ന മേഖലയാണ് യുവജനങ്ങൾ. അതായത് ടാലന്റഡായിട്ടുള്ള സ്കില്ലുള്ള നമ്മുടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള യുവാക്കൾക്ക് തൊഴിലിടം സൃഷ്ടിക്കാനുള്ള ഒരു
യുവജനക്ഷേമത്തിനായുള്ള ഒരു വിഹിതം മാറ്റിവെച്ചതായിട്ട് കണ്ടിട്ടില്ല. 13,74,72,903 രൂപ ആഗ്യവരവും 10,85,36,000 രൂപ ചെലവും 2,89,36,903 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ബബിതകുമാരി അധ്യക്ഷത വഹിച്ചു. ടി നിഷ, കെ മോഹനൻ, ടി കെ ദിവാകരൻ, ജി എസ് ആശിഷ്, ടി കെ ദിവാകരൻ, വി വി പ്രീത, താവം ബാലകൃഷ്ണൻ, പി ഗോവിന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. സംസ്ഥാനം വീണ്ടും പരീക്ഷാ ചൂടിലേക്ക്. SSLC ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. 13 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതുന്നത്. മെയ് 8-നാണ് പരീക്ഷാ ഫലപ്രഖ്യാപനം. സംസ്ഥാനത്തെ 3031 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4,17,497 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതുന്നത്. 26,000-ഓളം അധ്യാപകരെ നിയമിച്ച് മൂല്യനിർണ്ണയം ഏപ്രിൽ 7-ന് ആരംഭിച്ച് ഏപ്രിൽ 28-ന് പൂർത്തീകരിക്കും. മെയ് 8-നാണ് SSLC പരീക്ഷാ ഫലപ്രഖ്യാപനം. റിസൾട്ട് പ്രസിദ്ധീകരിച്ച് തൊട്ടടുത്ത ദിവസം മുതൽ +1 പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാം. കഴിഞ്ഞ വർഷത്തേതിന് സമാനമായി സമയബന്ധിതമായി +1 അഡ്മിഷൻ നടപടികൾ പൂർത്തീകരിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകളും ഇതോടൊപ്പം ആരംഭിച്ചു. 4,37,854 വിദ്യാർത്ഥികളാണ് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി ഒന്നാം വർഷ പരീക്ഷ എഴുതുന്നത്. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾ വെള്ളിയാഴ്ച തുടങ്ങും. 4,79,263 വിദ്യാർത്ഥികളാണ് രണ്ടാം വർഷ പരീക്ഷ അഭിമുഖീകരിക്കുന്നത്. 1977 കേന്ദ്രങ്ങൾ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്കായി സജ്ജമാക്കിയിട്ടുണ്ട്. ഇൻവിജിലേറ്റർമാരായി 29,000-ഓളം അധ്യാപകരെ നിയോഗിക്കും. 89 ക്യാമ്പുകളിലായി ഏപ്രിൽ 6 മുതൽ മൂല്യനിർണ്ണയം ആരംഭിക്കും. മെയ് 22-ന് ഫലപ്രഖ്യാപനം നടത്തും. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ശതാബ്ദി വർഷം സ്കൂളിനൊരു സമ്മാനം, നാട്ടിലൊരു കളിയിടം. കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കളിക്കളം ഉദ്ഘാടനത്തിനൊരുങ്ങി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവിലാണ് ഗാലറി ഉൾപ്പെടെയുള്ള മനോഹരമായ കളിസ്ഥലം ഒരുക്കിയത്. കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കളിസ്ഥലത്തിന്റെ ഉദ്ഘാടനം മാർച്ച് 7-ാം തീയതി നടക്കുകയാണ്. അതിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ ഇവിടെ ഇത്രയും ആൾക്കാർ നിൽക്കുന്നുണ്ട്. പ്രസിഡന്റിനോട് തന്നെ ആദ്യം ചോദിക്കാം. പ്രസിഡന്റ്, ഈ ഒരു കളിസ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എത്ര ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ ഒരു കളിസ്ഥലം നിർമ്മിച്ചത്? ഈ കളിസ്ഥലം വാങ്ങിയത് ഈ സെൻട്രൽ UP സ്കൂളിന്റെ ശതാബ്ദി വർഷം 100-ാം വാർഷികം ആഘോഷിക്കുന്ന ഘട്ടത്തിലാണ് സ്കൂളിൻ്റെ ഒരു ശതാബ്ദി സ്മാരകവും നാട്ടുകാർക്കൊരു കളിസ്ഥലം എന്ന രീതിയിൽ കളിസ്ഥലം നമ്മൾ നാട്ടുകാർ സംഘടിപ്പിച്ചത്. 1 കോടി രൂപയാണ് 22 സെൻറ്റ് സ്ഥലം 1 കോടി രൂപക്കാണ് സ്ഥലം വാങ്ങിയത്. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായ സൗകര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയതിന് ശേഷം പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒക്കെ ഫണ്ടോടുകൂടി നാട്ടുകാരുടെ പിരിവോടുകൂടിയാണ് ഈ കളിസ്ഥലം ഇത്ര മനോഹരമായി കളിസ്ഥലം ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കളിസ്ഥലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നാട്ടുകാർ ഏറ്റെടുത്ത് അതിനുശേഷം പഞ്ചായത്തിൻ്റെ വക അങ്ങനെയൊക്കെ നിർമ്മിച്ച ഒരു കളിസ്ഥലമാണ് അല്ലേ? നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ സ്കൂളിന് ശതാബ്ദി സ്മാരകം, നാട്ടിനൊരു കളിസ്ഥലത്തിൻ്റെ ഒരു പ്രൊജക്റ്റ് ജനങ്ങളുടെ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഈ വർക്ക് നമ്മൾ വരുന്നത്. ഏതാണ്ട് 1,10 ലക്ഷം ഉറുപ്പികയോളം ഈ കളിസ്ഥലത്തിനായി 24 സെൻറ്റ് സ്ഥലമാണ് ഇതിൻ്റെത്. 25 ഉണ്ടാവും. ഇപ്പോൾ 20 സെൻറ്റ് സ്ഥലം വാങ്ങിക്കുന്നതിനോട് 1,10 ലക്ഷം ചെലവ് വരും. ഈ കളിസ്ഥലം ജനങ്ങളുടെ അടുത്ത് സംഭാവന വാങ്ങിക്കുന്ന സമയത്ത് ഇത് നിലനിർത്തുന്നതിന് വേണ്ടി കടുത്ത പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞിമംഗലം പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെയൊരു പദ്ധതി നടപ്പിലാക്കിയത്. ഇവിടെ സ്കൂളിനോട് ചേർന്നിട്ടുള്ള 25 സെൻറ്റ് സ്ഥലത്ത് ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു ഗാലറി ഉണ്ട്, പിന്നെ ഒരു ഫെൻസിങ് അടക്കമാണ് ഗ്രൗണ്ടിന് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ 2025-ൽ ആരംഭിച്ച് ഏകദേശം 4 മാസം കൊണ്ടാണ് ഈ പ്രവൃത്തി ഇത്ര നല്ല രീതിയിൽ നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഏകദേശം 9,34,000 രൂപ എസ്റ്റിമേറ്റ് വരുന്ന രൂപത്തിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഒരു സ്കൂളിൻ്റെ ഒരു കളിക്കളം ഇത് ഒരു സ്വപ്നം തന്നെയായിരിക്കും അല്ലേ? ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്ന് തന്നെ പറയാം അല്ലേ? എന്ത് തോന്നി ഈ ഒരു മൊമെന്റിൽ? വളരെയധികം സന്തോഷമുള്ള ഒരു നിമിഷത്തിലൂടെയാണ് നമ്മളിപ്പോൾ ശരിക്കും കടന്നു പോകുന്നത്. കാരണം സ്കൂളിൻ്റെ 100-ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് നാട്ടുകാർ ഒന്നടങ്കം കൈകോർത്തുകൊണ്ട് 1,12 ലക്ഷം രൂപ ചെലവിൽ വളരെ ഒരു കരുത്തോടു കൂടി ഇത് നേടിയെടുത്ത ഈ സ്ഥലം ഇപ്പോഴിതാ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മനോഹരമായ ഒരു സ്റ്റേഡിയം പോലെ തന്നെയുള്ള
വളരെ മനോഹരമായ ഒരു കളിസ്ഥലമാക്കി മാറ്റാൻ സാധിച്ചു. എന്തായാലും കുട്ടികൾക്കായി ഏറ്റവും മനോഹരമായ കളിക്കളം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണ, നെറ്റ്വർക്ക് ന്യൂസ്. ശുചിത്വ നഗരം സുന്ദര നഗരം പദ്ധതിയുടെ ഭാഗമായി പയ്യന്നൂർ നഗരസഭ കോത്തായിമുക്കിൽ സ്ഥാപിച്ച കണ്ടെയ്നർ MCF അജൈവ മാലിന്യ സംഭരണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം നിർവഹിച്ചു. ശുചിത്വ നഗരം സുന്ദര നഗരം പദ്ധതിയുടെ ഭാഗമായി പയ്യന്നൂർ നഗരസഭ കോത്തായിമുക്കിൽ സ്ഥാപിച്ച കണ്ടെയ്നർ MCF അജൈവ മാലിന്യ സംഭരണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം നിർവഹിച്ചു. ഹരിതകർമ്മസേന അവരാണ് ഏറ്റവും നന്നായി നമ്മുടെ നഗരസഭയെ മാലിന്യമുക്തമാക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നത്. നമ്മുടെ നഗരസഭ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ രംഗത്ത് വലിയ നേട്ടം കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാധാരണഗതിയിൽ നേരത്തെ കാണുന്നത് പോലെ ഇപ്പോൾ നമുക്ക് വലിയ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നാട്ടിൻപുറങ്ങളിലോ ടൗൺ പ്രദേശത്തോ കാണാൻ സാധിക്കാത്ത നിലയിൽ അതൊക്കെ വൃത്തി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംഘം എന്ന് പറയുന്നത്. പൊതുവിൽ നഗരസഭക്കകത്തെ ജനങ്ങൾ ഉൾപ്പെടെ ഈ ശുചീകരണ പ്രവർത്തനങ്ങളോട് വളരെ ക്രിയാത്മകമായി പ്രതികരിക്കുകയും നല്ല ബോധവൽക്കരണ ക്യാമ്പയിൻ ഉൾപ്പെടെ നടത്തുമ്പോൾ നമുക്ക് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. നഗരസഭ വൈസ് ചെയർപേഴ്സൺ പി ശ്യാമള അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M രാമകൃഷ്ണൻ, ഷീബ KR, പ്രീത രാജേഷ്, PP കൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഉത്തര മലബാറിൽ പൂരക്കളിക്ക് തുടക്കം. ക്ഷേത്രമുറ്റങ്ങളിൽ ഇനി കളിയരങ്ങുകളുടെ നാളുകൾ. പൂരോത്സവത്തിന് മുന്നോടിയായി പൂരക്കളി നടക്കുന്ന ക്ഷേത്രങ്ങളിൽ പൂരക്കളി പണിക്കന്മാരെ ആചാരപൂർവ്വം കൂട്ടിക്കൊണ്ടുവരുന്ന പണിക്കരെ കൂട്ടൽ ചടങ്ങ് പൂർത്തിയായി. ഉത്തരമലബാറിലെ തനത് വസന്തോത്സവമായ പൂരക്കളിക്ക് നാടൊരുങ്ങി. പൂരോത്സവത്തിന് മുന്നോടിയായി പൂരക്കളി നടക്കുന്ന ക്ഷേത്രങ്ങളിൽ പൂരക്കളി പണിക്കന്മാരെ ആചാരപൂർവ്വം കൂട്ടിക്കൊണ്ടുവരുന്ന പണിക്കരക്കൂട്ടൽ ചടങ്ങ് പൂർത്തിയായി. ഇതോടെ മീനമാസത്തിലെ പൂരം നാൾ വരെ നീണ്ടു നിൽക്കുന്ന ആവേശകരമായ കളിയരങ്ങുകൾക്ക് തുടക്കമായി. പ്രശസ്തമായ കണ്ടോത്ത് ശ്രീ കൂറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ പൂരക്കളി പണിക്കരെ കൂട്ടിക്കൊണ്ടുവരുന്ന ചടങ്ങ് ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ നടന്നു. രജീഷ് പണിക്കരാണ് ഇത്തവണ ക്ഷേത്രത്തിലെ പൂരക്കളിക്ക് നേതൃത്വം നൽകുന്നത്. പാരമ്പര്യ ആചാരവിധി പ്രകാരം ക്ഷേത്രം ഭാരവാഹികളും നാട്ടുകാരും ചേർന്നാണ് പണിക്കരെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചത്. വ്യാഴാഴ്ച മുതൽ മീനത്തിലെ പൂരം നാൾ വരെ ക്ഷേത്രമുറ്റങ്ങളിൽ പൂരക്കളി ചുവടുകൾ ഉയരും. ഇത്തവണത്തെ പൂരോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ആചാരപരമായ പൂരംകുളി മാർച്ച് 31 നടക്കും. മറത്തുകളിയും പൂരക്കളിയും ഉത്തര മലബാറിലെ തീയ സമുദായത്തിൻ്റെയും മറ്റ് അനുബന്ധ സമുദായങ്ങളുടെയും പ്രധാന ആചാരകലയാണ്. കാമദേവനെ പ്രീതിപ്പെടുത്താനായി സ്ത്രീകൾ പൂവിടുന്ന ചടങ്ങുകൾക്കൊപ്പം പുരുഷന്മാർ പൂരക്കളി ചുവടുകളുമായി ക്ഷേത്രമുറ്റങ്ങൾ സജീവമാക്കുന്നു. വരും ദിവസങ്ങളിൽ പയ്യന്നൂർ, ചെറുവത്തൂർ, നീലേശ്വരം മേഖലകളിലെ നൂറുകണക്കിന് ക്ഷേത്രങ്ങളിൽ പൂരക്കളിപ്പാട്ടുകളും താളങ്ങളും മുഴങ്ങും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സെബക് താക്രോ സൗത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്കായി സ്വർണ്ണ മെഡൽ നേടിയ K. ശ്രേയയ്ക്ക് വലിയപറമ്പ് KGM സ്പോർട്സ് ക്ലബ്ബ് നേതൃത്വത്തിൽ ജന്മനാട്ടിൽ പൗരസ്വീകരണം നൽകി. സ്വീകരണ യോഗം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ സെറീന സലാം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ദേശീയ സെബക് താക്രോ ചാമ്പ്യൻഷിപ്പുകളിൽ വിവിധ വിഭാഗങ്ങളിലായി 14 മത്സരങ്ങളിൽ കളിച്ച ശ്രേയ ദേശീയ ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസിൽ സീനിയർ സെബക് താക്രോ ഡബിൾ ഇവന്റിൽ സ്വർണം നേടിയിരുന്നു. വലിയപറമ്പ് സെന്ററിലെ വ്യാപാരിയായ KV ബാബുവിന്റെയും K. സ്മിതയുടെയും മകളായ ശ്രേയ പയ്യന്നൂർ കോളേജിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനിയാണ്. കൊളംബോയിൽ നടന്ന സൗത്ത് ഏഷ്യൻ സെബക് താക്രോ ചാമ്പ്യൻഷിപ്പിലാണ് ശ്രേയ സ്വർണ്ണ മെഡൽ നേടിയത്. വലിയപറമ്പ് പാലം പരിസരത്ത് നിന്ന് ശ്രേയയെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ജനപ്രതിനിധികളും സംഘാടകരും നാട്ടുകാരും കായിക താരങ്ങളും ചേർന്ന് സ്വീകരിച്ച് ആനയിച്ചത്. KGM സ്പോർട്സ് ക്ലബ്ബ് പരിസരത്ത് നടന്ന സ്വീകരണ ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ സെറീന സലാം ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് EK ഷാജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പ്രൊഫസർ P. രഘുനാഥ് ഉപഹാരം നൽകി. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം PP അശോകൻ മാസ്റ്റർ, ക്ലബ്ബ് സെക്രട്ടറി കൊളങ്ങര മധു, ജോയിന്റ് സെക്രട്ടറി TV ശശി, C. കുമാരൻ മാസ്റ്റർ, കൊളങ്ങര രാമൻ, KV രാഘവൻ, P. ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ കോച്ച് റെസ്റ്റോറന്റ് പയ്യന്നൂരിൽ ആരംഭിക്കുന്നതിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. വ്യാഴാഴ്ച രാത്രിയോടെ തൃക്കരിപ്പൂരിൽ നിന്നും റോഡ് മാർഗം കോച്ച് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് എത്തിക്കും. കേരളത്തിലെ ആദ്യ റെയിൽവേ കോച്ച് റെസ്റ്റോറന്റ് പയ്യന്നൂരിൽ ആരംഭിക്കുന്നു. അതിന്റെ പ്രാരംഭ നടപടിയായി കോച്ച് ഒളവറയിൽ നിന്നും പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന പ്രവൃത്തി പുരോഗമിക്കുന്നു.
റെയിൽവേ സ്റ്റേഷന് പടിഞ്ഞാറു ഭാഗത്തെ പ്രധാന കവാടത്തിന് മുന്നിൽ രാമന്തളി ബസ്സുകൾ നിർത്തുന്ന ബസ് ബേക്ക് മുന്നിലാണ് ട്രാക്ക് നിർമ്മിച്ചിട്ടുള്ളത്. മാലിന്യത്തിൽ നിന്ന് അലങ്കാര വസ്തുക്കളിലേക്ക് പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് ചെടിച്ചട്ടികൾ നിർമ്മിച്ച് അതിൽ കൃഷി ചെയ്ത് ശ്രദ്ധേയനാവുകയാണ് നരീക്കാംവള്ളി അറത്തിപ്പറമ്പ് സ്വദേശി ഗോപാലകൃഷ്ണൻ. നമ്മൾ പലപ്പോഴായി വലിച്ചെറിയുന്ന മാലിന്യങ്ങൾക്ക് പുതുജീവൻ നൽകാൻ നിങ്ങൾക്ക് സാധിക്കുമോ? എന്നാൽ വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കളിൽ നിന്ന് പുതുജീവൻ നൽകിക്കൊണ്ട് മനോഹരമായ ചെടിച്ചട്ടികളും മറ്റ് അലങ്കാര വസ്തുക്കളും നിർമ്മിക്കുന്ന ഒരു സാധാരണക്കാരന്റെ അസാധാരണമായ വിനോദത്തെയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതുമാത്രമല്ല, ഈ ചെടിച്ചട്ടികളിലൊക്കെ അദ്ദേഹം കൃഷി കൂടെ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ വ്യക്തി, നരീക്കാംവള്ളി അറത്തിപ്പറമ്പ സ്വദേശി ഗോപാലകൃഷ്ണൻ. ഇദ്ദേഹമാണ് നമ്മൾ വലിച്ചെറിയുന്ന കുപ്പികളിൽ നിന്നും പൊട്ടിയ കുടകളിൽ നിന്നും അതുപോലെ ബലൂണിൽ നിന്ന് വരെ ചെടിച്ചട്ടികളും മറ്റ് അലങ്കാര വസ്തുക്കളും ഒക്കെ ഉണ്ടാക്കുന്ന ആള്. കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ചേട്ടാ, എപ്പോഴാണ് ഈ ഒരു പാഴ്വസ്തുക്കൾ കൊണ്ട് ഇതുപോലുള്ള ഐറ്റംസ് ഉണ്ടാക്കാൻ തുടങ്ങിയത്? പണിയില്ല സമയത്ത് തോന്നുന്ന പോലെ ചെയ്തതന്നെ. അതുകൊണ്ട് നെറ്റ് യൂട്യൂബിൽ വരുന്ന കാണും, അങ്ങനെ ചെയ്യും. വീടുകളിലും വഴികളിലും കാണുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ, പഴയ ബലൂണുകൾ, പൊട്ടിയ കുടകൾ എന്നിവ ശേഖരിച്ചാണ് ഗോപാലകൃഷ്ണൻ തന്റെ സൃഷ്ടികൾ തുടങ്ങുന്നത്. ചെറിയ മാറ്റങ്ങളും നിറച്ചായങ്ങളും ചേർത്താൽ ഈ സാധാരണ വസ്തുക്കൾ അതിവിസ്മയകരമായ ചെടിച്ചട്ടികളായും അലങ്കാര വസ്തുക്കളായും മാറുന്നു. കാഴ്ചയ്ക്ക് ഭംഗിയുള്ള ഈ ചട്ടികൾ വീടിന്റെ അകത്തും പുറത്തും അലങ്കാരമായി വയ്ക്കാനും ഏറെ അനുയോജ്യമാണ്. അതിലും പ്രത്യേകത, ഈ ചെടിച്ചട്ടികൾ വെറും അലങ്കാരത്തിനായി മാത്രമല്ല, അവയിൽ വിവിധ തരത്തിലുള്ള ചെടികളും പച്ചക്കറികളും വളർത്തി കൃഷിയും നടത്തുകയാണ്. പാഴ്വസ്തുക്കളിൽ നിന്ന് നിർമ്മിച്ച ചട്ടികളിൽ പച്ചപ്പ് വിരിയുമ്പോൾ അത് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ മനോഹര സന്ദേശമായി മാറുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പാഴ്വസ്തുക്കൾക്ക് പുതുജീവൻ നൽകി അവയെ ഉപയോഗപ്രദമാക്കുന്ന ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ സമൂഹത്തിന് വലിയ പ്രചോദനമാണ്. ഉപേക്ഷിക്കപ്പെട്ട വസ്തുക്കൾക്ക് പുതിയ അർത്ഥവും ഉപയോഗവും നൽകുന്ന ഈ സൃഷ്ടികൾ ചെറിയ ചിന്തകളും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാമെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പാഴ്വസ്തുക്കൾക്കും പുതുജീവൻ നൽകി പ്രകൃതിയെ സംരക്ഷിക്കാമെന്ന ഒരു നിശബ്ദമായ സന്ദേശം പകരുകയാണ് അറത്തിപ്പറമ്പിലെ ഗോപാലകൃഷ്ണൻ ചേട്ടൻ. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണ, നെറ്റ്വർക്ക് ന്യൂസ്. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിനെതിരെ CPI പയ്യന്നൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പരിപാടി CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KV ബാബു ഉദ്ഘാടനം ചെയ്തു. ഇറാൻ യുദ്ധത്തിനെതിരെ പയ്യന്നൂർ നഗരത്തിൽ CPIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പരിപാടി CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KV ബാബു ഉദ്ഘാടനം ചെയ്തു. അവിടെ അമേരിക്കയെ ന്യായീകരിച്ചുകൊണ്ട് അത് വഴിതെറ്റി വീണ മിസൈലാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വർത്തമാനം പറയുമ്പോഴും നമുക്കറിയാം, വളരെ ബോധപൂർവം ആ പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സമാധാനം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള അമേരിക്കയുടെ പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ ഇസ്രയേലിന്റെ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു, ഈ രണ്ടുപേരും എന്ന് പറയുന്നത് ചോരക്കൊതിയന്മാരാണ്, മനുഷ്യത്വമില്ലാത്തവരാണ്. നെതന്യാഹു എന്ന് പറയുന്ന ഒരു ഭരണാധിപൻ ഈ ലോകത്ത് തന്നെ ഏറ്റവും കുപ്രസിദ്ധനാണ്. ഒരുപാട് കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട് ലോക കോടതി തന്നെ ശിക്ഷ വിധിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ലോക കുറ്റവാളിയാണ് ഈ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന മനുഷ്യൻ. പാലസ്തീനിലെ കൂട്ടക്കൊലയ്ക്ക് ഇദ്ദേഹമാണ് നേതൃത്വം നൽകിയത്. ഗാസ പിടിച്ചടക്കുന്നതിന് വേണ്ടി, അമേരിക്കക്ക് വേണ്ടി, ആ ഗാസയെ പിടിച്ചടക്കുന്നതിന് വേണ്ടി പാലസ്തീനികളെല്ലാം തന്നെ ഒരു സ്ഥലത്ത് ചേർന്നിരുന്നു കൊണ്ട് ജീവിക്കുന്നതിന് വേണ്ടി അവരുടെ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഒളിച്ചും പതുങ്ങിയൊക്കെ ജീവിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോ അവിടെ മുഴുവൻ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്നും യുദ്ധം സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ തകർക്കുന്നതാണെന്നും അന്താരാഷ്ട്ര സമൂഹം ഇടപെട്ട് സമാധാനപരമായ പരിഹാരം ഉടൻ കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ടു. M രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി V ബാലൻ, KV പത്മനാഭൻ, M ശ്രീജിത്ത്,
MV വേണു, NP ഭാസ്കരൻ, M രാഖിണി, M ഗൗരി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പുരോഗമന കലാസാഹിത്യ സംഘം കുണിയൻ ഓണക്കുന്ന് യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന തെരുവ് നാടകോത്സവത്തിന്റെ മുന്നോടിയായി പോസ്റ്റർ രചനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം കുണിയൻ ഓണക്കുന്ന് യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന തെരുവ് നാടകോത്സവത്തിന്റെ മുന്നോടിയായി പോസ്റ്റർ രചനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഓണക്കുന്നിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ നിർവഹിച്ചു. ഭരണകൂടത്തിൻ്റെ തെറ്റായ നിലപാടുകൾക്കെതിരെ ജനങ്ങളിൽ ഒരാളായി നിന്ന് പ്രതിഷേധം സംഘടിപ്പിക്കുന്നതെല്ലാം ഒരു കാലത്ത് ജനങ്ങളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള ജനകീയമായിട്ടുള്ള ഒരു കലയാണ്. ഒപ്പം പാവപ്പെട്ടവൻ്റെ ഹൃദയവികാരങ്ങളെ ജനപക്ഷത്ത് നിന്നുകൊണ്ട് വിശദീകരിക്കാൻ പറ്റുന്ന തെരുവ് നാടകങ്ങളെ പുതിയ കാലത്തെ സാധ്യതകൾ കൂടി ഉപയോഗപ്പെടുത്തത്തക്ക നിലയിലാണ് പുരോഗമന കലാസാഹിത്യ സംഘം ഈ തെരുവ് നാടകോത്സവം മാർച്ച് 7-ാം തീയതി സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ TK സുരേന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷനായി, ബാലൻ പാലായി, കല്ലത്ത് രവീന്ദ്രൻ മാസ്റ്റർ, ഷിജു KV, MV ധനേശൻ മാസ്റ്റർ, MV ജിതിൻ, T സുധാകരൻ, TP ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. മാർച്ച് 7-ന് വൈകുന്നേരം 6 മണിക്ക് ഹൈസ്കൂൾ മൈതാനത്താണ് തെരുവ് നാടകോത്സവം നടക്കുക. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കേരള കാർഷിക സർവകലാശാലയുടെ പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ തിരുമുമ്പ് ഹെറിറ്റേജ് അഗ്രി ടൂറിസം സെന്ററിൽ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് CEO ഡോക്ടർ K പോൾ തോമസ് ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയുടെയും ചെടിയുടെയും സഹായത്തോടെ മനുഷ്യരുടെ ശാരീരിക, മാനസിക, സാമൂഹിക ക്ഷേമം മെച്ചപ്പെടുത്തുന്ന ഒരു ചികിത്സാരീതിയാണ് ഹോർട്ടിതെറാപ്പി. ചെടി നട്ട് വളർത്തലിലും വെള്ളമൊഴിക്കലിലും മണ്ണ് നിറക്കലിലും ഉൾപ്പെടെ തോട്ടപരിപാലന പ്രവർത്തനങ്ങൾ വഴി ഭിന്നശേഷിക്കാരായ കൗമാരക്കാർക്ക് കൈകാൽ ചലനങ്ങൾ മെച്ചപ്പെടുകയും പേശിശക്തിയും സൂക്ഷ്മപേശി കഴിവുകളും വികസിക്കുകയും ചെയ്യുന്നതാണ് ലക്ഷ്യമിടുന്നത്. പ്രകൃതിയോട് ഇടപഴകുന്നത് ഇവർക്ക് മനസ്സിന് ശാന്തിയും സന്തോഷവും ലഭിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കുകയും ഉത്കണ്ഠയും ഒറ്റപ്പെടലും കുറയുകയും ചെയ്യുന്നു. കൂട്ടമായി തോട്ടപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത് ആശയവിനിമയ കഴിവും കൂട്ടായ്മയും ബോധവും ഉത്തരവാദിത്വ ബോധവും വളർത്തി സ്വയം പര്യാപ്തതയും സാമൂഹിക ഉൾക്കൊള്ളലും മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നുള്ള കണ്ടെത്തലിലാണ് തെറാപ്പി യൂണിറ്റ് തുടങ്ങാൻ പ്രേരകമായത്. തിരുമുമ്പ് ഹെറിറ്റേജ് അഗ്രി ടൂറിസം സെന്ററിൽ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി യൂണിറ്റിന്റെ ഉദ്ഘാടനം ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് CEO ഡോക്ടർ K പോൾ തോമസ് നിർവഹിച്ചു. ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ T വനജ അധ്യക്ഷത വഹിച്ചു. ഇസാഫ് ബാങ്ക് ഭാരവാഹികളായ K അബ്രഹാം, M സുദേവ് കുമാർ, സജു S തോപ്പിൽ, ബ്ലെസിൽ സെബാസ്റ്റ്യൻ, N ശ്രീവത്സൻ, ബ്ലോക്ക് റിസോഴ്സ് സെന്ററിലെ BPC VV സുബ്രഹ്മണ്യൻ, അസോസിയേറ്റ് പ്രൊഫസർ PK രതീഷ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സാബു ജോസഫ് എന്നിവർ സംസാരിച്ചു. അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ ഡോക്ടർ K ബിപിൻ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂർ ബീരിച്ചേരി ചെറിയചാൽ എന്ന ബർമ തോടിന്റെ കരസംരക്ഷണ പ്രവർത്തനം പൂർത്തീകരിച്ചു. M രാജഗോപാലൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ ചെലവിട്ടാണ് നിർമ്മാണം നടത്തിയത്. ബർമ തോടിന്റെ കര സംരക്ഷണത്തിനായാണ് M രാജഗോപാലൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ ചെലവിട്ട് അരികു കെട്ടുന്ന പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. ബീരിച്ചേരി ജുമാ മസ്ജിദിന് സമീപം നടന്ന ചടങ്ങിൽ M രാജഗോപാലൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം MP സുലൈഖ അധ്യക്ഷത വഹിച്ചു. മൈനർ ഇറിഗേഷൻ കാഞ്ഞങ്ങാട് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഫെമി മരിയ തോമസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. തൃക്കരിപ്പൂർ സെഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ CK പ്രിയേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ തലായി കൃഷ്ണപിള്ള വായനശാല പഞ്ചായത്ത് സ്റ്റേഡിയം റോഡ് ഉദ്ഘാടനം M വിജിൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T വിജയലക്ഷ്മി ടീച്ചർ അധ്യക്ഷയായി. കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ തലായി കൃഷ്ണപിള്ള വായനശാല പഞ്ചായത്ത് സ്റ്റേഡിയം റോഡ് ഉദ്ഘാടനം M വിജിൻ MLA നിർവഹിച്ചു. മണ്ഡലത്തിൽ ഇന്ന് 6 റോഡുകളാണ് ഉദ്ഘാടനം തീരുമാനിച്ചത്. ഏതാണ്ട് എല്ലാ റോഡുകൾക്കും 20 ലക്ഷം രൂപ മുതൽ മുകളിലോട്ട് തുക വെച്ചുകൊണ്ട് പൂർത്തീകരിക്കപ്പെട്ട 6 റോഡുകളാണ് ഇന്ന് മാത്രം നമ്മുടെ മണ്ഡലത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത്. നാളെയും മറ്റന്നാളുമായിട്ട് സമാനമായ നിലയിലുള്ള റോഡുകളുണ്ട്. 30 റോഡുകളാണ് ഇതുപോലെ നമ്മുടെ മണ്ഡലത്തിൽ അനുവദിച്ചു കൊടുത്തത്. അതിന് പുറമെ MLA ഫണ്ടിലെ പ്രത്യേക പദ്ധതിയിൽപ്പെടുത്തിയിട്ടുള്ള റോഡുകളുണ്ട്. ഏതായാലും വളരെ സന്തോഷം. ഇപ്പം ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്നാണ് വരുന്നത്. മെഡിക്കൽ കോളേജിൽ ആശ്വാസ് വാടക വീട്, അതായത്
രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കൊരു ആശ്രയ കേന്ദ്രമില്ല എന്നുള്ളതുകൊണ്ട് 6 കോടിക്ക് അതിൻ്റെ ഉദ്ഘാടനം കൂടി വരാൻ വേണ്ടി പോവുകയാണ്. അതുൾപ്പെടെ സന്ദർശിച്ചതിൻ്റെ പണിയെല്ലാം പൂർത്തിയായി. അതിപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കനിവിടം എന്ന് പറഞ്ഞ MLA ഫണ്ടിൽ ആ മെഡിക്കൽ കോളേജിൻ്റെ തൊട്ട് മുന്നിൽ അതിമനോഹരമായിട്ട് ഇരിക്കാനുള്ളൊരു അതിമനോഹരമായൊരു സ്പേസ് അതും തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യുകയാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി വിജയലക്ഷ്മി ടീച്ചർ അധ്യക്ഷയായി. 20 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർക്കാർ പദ്ധതിക്ക് അനുവദിച്ചത്. ചടങ്ങിൽ പഞ്ചായത്ത് അംഗം ദീപു MV, ടി താജുദ്ദീൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ കൊഴുമ്മൽ ഒയോളം ചിമേനി റൂട്ടിൽ സർവീസ് ആരംഭിച്ച KSRTC ബസ്സിന് കൊഴുമ്മൽ ബാങ്ക് പരിസരത്ത് സ്വീകരണം നൽകി. ഏറെ പേരുടെ യാത്രാക്ലേശത്തിന് ഇതോടെ പരിഹാരമാകും. പയ്യന്നൂർ കൊഴുമ്മൽ ഒയോളം ചിമേനി റൂട്ടിൽ സർവീസ് ആരംഭിച്ച ബസ്സിന് കൊഴുമ്മൽ ബാങ്ക് പരിസരത്ത് സ്വീകരണം നൽകി. കോവിഡിന് മുമ്പ് വരെ സർവീസ് നടത്തിയിരുന്ന KSRTC ബസ് സർവീസ് പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയായിരുന്നു. CPIM, DYFI, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, മറ്റ് പുരോഗമന പ്രസ്ഥാനങ്ങൾ എന്നിവരുടെ നിരവധി നിവേദനങ്ങളും പയ്യന്നൂർ MLA TA മധുസൂദനന്റെ നിരന്തരമായുള്ള ഇടപെടലിന്റെയും ഭാഗമായാണ് ബസ് സർവീസ് പുനഃസ്ഥാപിച്ചത്. കൊഴുമ്പൽ ബാങ്ക് പരിസരത്ത് ആവേശകരമായ സ്വീകരണം നൽകിയാണ് ബസ്സിനെ വരവേറ്റത്. CPIM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി മെമ്പർ M. രാഘവൻ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പേളം സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി C. ബാലകൃഷ്ണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് RK സുധാമണി, വാർഡ് മെമ്പർ P. സുലോചന, K. കരുണാകരൻ മാസ്റ്റർ, വൈക്കത്ത് നാരായണൻ മാസ്റ്റർ, K. ഗോപാലകൃഷ്ണൻ, K. രാമചന്ദ്രൻ, K. രമേശൻ, KP ഭാസ്കരൻ എന്നിവർ നേതൃത്വം നൽകി. നാട്ടുകാരും പേരളം UP സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ബസ്സിനെ വരവേൽക്കാനെത്തിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പ്രമുഖ ഗാന്ധിയനും പൊതുപ്രവർത്തകനുമായ VP കൃഷ്ണപ്പൊതുവാളുടെ ശതാഭിഷേകത്തിന്റെ ഭാഗമായി സുഹൃത്ത് സംഗമം സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ ഗാന്ധിയനും പൊതുപ്രവർത്തകനുമായ VP കൃഷ്ണപ്പൊതുവാളുടെ ശതാഭിഷേകത്തിന്റെ ഭാഗമായി സുഹൃത്ത് സംഗമം സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അത് വലിയൊരു ആനന്ദം നൽകുന്ന, ഒരു സന്തോഷം നൽകുന്ന, അധ്യാപക വൃത്തി എന്ന് പറയുമ്പോൾ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു ജോലി. ആ ജോലി 34 വർഷം, അതുപോലെ തന്നെ ഏറ്റവും പ്രയാസകരമായ കുട്ടികളെ ഇക്കാലത്ത് പഠിപ്പിക്കുക എന്ന് പറയുന്ന കുട്ടികളുടെ ആ പ്രയാസകരമായ കാര്യം വളരെ സന്തോഷപൂർവ്വം തരണം ചെയ്തുകൊണ്ട് 34 വർഷം പൂർത്തിയാക്കി. ഇപ്പോൾ 84 വയസ്സ് പൂർത്തീകരിച്ചു നിൽക്കുകയാണ്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K. ജയരാജ് അധ്യക്ഷത വഹിച്ചു. MP ഉണ്ണികൃഷ്ണൻ, MK രാജൻ, AP നാരായണൻ, VC നാരായണൻ, P. ലളിത ടീച്ചർ, TV ഗംഗാധരൻ, KV ഭാസ്കരൻ, AK ശ്രീജ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. VP കൃഷ്ണപ്പൊതുവാൾ മറുപടി പ്രസംഗം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. CPIM പയ്യന്നൂർ അസംബ്ലി മണ്ഡലം 14-ാം ബൂത്ത് കുടുംബസംഗമം സംഘടിപ്പിച്ചു. കൊഴുമലിൽ നടന്ന സംഗമം CPIM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗം P. രമേശൻ ഉദ്ഘാടനം ചെയ്തു. CPIM പയ്യന്നൂർ അസംബ്ലി മണ്ഡലം 14-ാം ബൂത്ത് കുടുംബസംഗമം സംഘടിപ്പിച്ചു. കൊഴുമൽ പൊതുജന വായനശാല അങ്കണത്തിൽ നടന്ന സംഗമം CPIM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗം P. രമേശൻ ഉദ്ഘാടനം ചെയ്തു. അമേരിക്ക എന്ന് പറയുന്ന രാജ്യവും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും എല്ലാം ചേർന്ന് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തേക്ക് അക്രമം അഴിച്ചുവിട്ടപ്പോൾ 100-100ഓളം പിഞ്ചു കുട്ടികൾ മരിച്ചപ്പോൾ അത് ഈ കേരളത്തെ ഞങ്ങളെ ബാധിക്കുന്നതല്ല എന്ന് ഒരർത്ഥത്തിൽ ആശ്വാസം കൊള്ളുന്ന ആളുകളെല്ലാം ഉണ്ടെങ്കിലും ഇതെല്ലാം നമ്മുടെ വ്യക്തിജീവിതത്തെ, നമ്മുടെ കുടുംബജീവിതത്തെ, നമ്മുടെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തെ എല്ലാം തകർക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ യുദ്ധത്തിന് പുറകിലുണ്ട് എന്ന്. ചടങ്ങിൽ AK സുമേഷ് അധ്യക്ഷനായി. K. സന്തോഷ് ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. എരമം ശ്രീ പുല്ലൂര് മുച്ചിലോട്ട് പെരുങ്കളിയാട്ടം ജൈവ വാഴകൃഷി നടീൽ ഉത്സവം ഉദ്ഘാടനം ചെയ്തു. എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. പ്രീത വാഴക്കന്ന് നട്ടുകൊണ്ട് നടീൽ ഉത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 17 സംവത്സരങ്ങൾക്ക് ശേഷം 2027 ജനുവരി 8 മുതൽ 11 വരെ തീയതികളിൽ നടക്കുന്ന എരമം ശ്രീ പുല്ലൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടത്തോടനുബന്ധിച്ച് എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്തും കുറ്റൂർ കൃഷിഭവനും പെരുങ്കളിയാട്ട കമ്മിറ്റിയും ചേർന്ന് നടത്തുന്ന വിഷരഹിത ജൈവകൃഷിയുടെ ഭാഗമായി വാഴകൃഷിയുടെ നടീൽ ഉത്സവം എരമം പുല്ലൂപ്പാറ പരിസരത്ത് നടന്നു. എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. പ്രീത വാഴക്കന്ന് നട്ടുകൊണ്ട് നടീൽ ഉത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു.
നല്ല ഒരു വിഷരഹിത പച്ചക്കറി ഉണ്ടാക്കി നമ്മുടെ ഒരു സദ്യയൊക്കെ നൽകാൻ കഴിയണം. അതേപോലെ തന്നെ നമ്മുടെ ഉത്സവത്തിനും ഇതുപോലുള്ള ഒരു കൂട്ടായ്മയോടുകൂടി നല്ല നിലയിൽ നമുക്ക് ആ പെരുങ്കളിയാട്ടവും കൂടി ആഘോഷിക്കാൻ കഴിയണം എന്നാണ് പറയാനുള്ളത്. ഈ സമയത്ത് മറ്റു കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. പെരുങ്കളിയാട്ട കമ്മിറ്റി ചെയർമാൻ കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എരമം കുറ്റൂർ കൃഷി ഓഫീസർ പി രേഷ്മ പദ്ധതി വിശദീകരണം നടത്തി. ചടങ്ങിൽ വാർഡ് മെമ്പർ CP അജയൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ടി തമ്പാൻ, ഷൈനി ബാലൻ, KP ബാലകൃഷ്ണൻ, KP പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ പയ്യന്നൂർ കോളേജ് പവലിയൻ സംസ്കൃത സർവകലാശാല കൃഷ്ണപിള്ള മന്ദിരം റോഡ് ഉദ്ഘാടനം ചെയ്തു. M. വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന് മുന്നോടിയായി കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ പയ്യന്നൂർ കോളേജ് പവലിയൻ സംസ്കൃത സർവകലാശാല കൃഷ്ണപിള്ള മന്ദിരം റോഡ് ഉദ്ഘാടനം ചെയ്തു. M. വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഏറെ പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ, വാർഡ് കൺവീനർ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികൾ, ഒരു വലിയ ഭാഷണത്തിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഒരുപാട് വിമർശനങ്ങളിലേക്ക് വാങ്ങിയ റോഡാണ്. നിയമപരമായി ഒരുപാട് തടസ്സങ്ങളിലൂടെ കടന്നുപോയ റോഡുമാണ്. 20 ലക്ഷം രൂപയാണ് ഈ റോഡിന് അനുവദിച്ചത്. ഇത് പയ്യന്നൂർ കോളേജ് മുതൽ ഗേറ്റ് മുതൽ നമ്മുടെ ചെറാട്ട് റോഡ് വരെ മുട്ടുന്ന വിധത്തിലാണ് ഈ റോഡിന്റെ പൂർത്തീകരണം ഇവിടെ നടപ്പിലാക്കപ്പെട്ടിട്ടുള്ളത്. നേരത്തെ തന്നെ MLA ഫണ്ടിൽ പയ്യന്നൂർ കോളേജ് റോഡ് വീതി കൂട്ടി നവീകരിച്ചിരുന്നു. എടാട്ട് നിരവധി റോഡുകളാണ് ഈ നിലയിൽ നവീകരിക്കപ്പെടുന്നത്. ആ കൂട്ടത്തിൽ നവീകരിച്ച ഒരു പ്രധാനപ്പെട്ട റോഡ് കൂടിയാണ് ഇത്. ഒരുപാട് വിമർശനങ്ങളുണ്ടായിരുന്നു. പക്ഷെ വിമർശകരൊന്നും ഇന്ന് ഇത് തുറന്നു കൊടുക്കുമ്പോൾ ഇവിടെ വന്നിട്ടില്ല എന്നത് അത് ഖേദകരമാണ്. ഏതായാലും മനോഹരമായ ഒരു റോഡ്. 20 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർക്കാർ അനുവദിച്ചത്. കുഞ്ഞിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് VT അമ്പു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അടുക്കാടൻ വിജയൻ, പഞ്ചായത്ത് അംഗങ്ങളായ രമാമോഹൻ, പ്രസീത P, വികസന സമിതി കൺവീനർ PP സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന് മുന്നോടിയായി കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ വനിതാ ദിന അനുബന്ധ പരിപാടി സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് RK സുധാമണി ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന് മുന്നോടിയായി കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ ഗിവ് ടു ഗെയിൻ വനിതാ ദിന അനുബന്ധ പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് RK സുധാമണി ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ ബിന്ദു മരങ്ങാട് മുഖ്യപ്രഭാഷണം നടത്തി. CDS ചെയർപേഴ്സൺ P നിഷ അധ്യക്ഷത വഹിച്ചു. സന്ദീപ് മോഹൻ, സജിനി K, VV പ്രദീപൻ, വരുൺ ചന്ദ്രൻ P, ആശാ ബാലകൃഷ്ണൻ, അജിത MP തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അനുബന്ധമായി മുൻ CDS ചെയർപേഴ്സൺമാർക്ക് ആദരം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കാങ്കോൾ ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന്റെ മുന്നോടിയായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര സംഘടിപ്പിച്ചു. നിരവധി പേർ ഘോഷയാത്രയിൽ അണിനിരന്നു. സാംശീകരിച്ച തെയ്യക്കോലങ്ങൾ നടനമാടുന്ന കാങ്കോൾ ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവം കാങ്കോൾ ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന്റെ മുന്നോടിയായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര സംഘടിപ്പിച്ചു. കുണ്ടയംകോവിലിൽ നിന്ന് തുടങ്ങിയ ഘോഷയാത്ര കാങ്കോൾ ടൗൺ ചുറ്റി ക്ഷേത്ര സന്നിധിയിൽ സമാപിച്ചു. ശിങ്കാരിമേളത്തിന്റെയും മുത്തുകുടയേന്തിയ വനിതകളുടെയും അകമ്പടിയോടെയാണ് ഘോഷയാത്ര സംഘടിപ്പിച്ചത്. നിരവധി പേർ ഘോഷയാത്രയിൽ അണിനിരന്നു. മാർച്ച് 8 കളിയാട്ട മഹോത്സവം സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഓൺലൈൻ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന സംസ്ഥാനതല സംഘടനയായ ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം മാർച്ച് 7 പയ്യന്നൂരിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി നേതാക്കൾ പയ്യന്നൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
ഓൺലൈൻ സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സംസ്ഥാനതല സംഘടനയായ ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം മാർച്ച് 7 പയ്യന്നൂരിൽ നടക്കും. സമ്മേളനം പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന നേതാക്കന്മാരായ റുയേഷ് കോഴിശ്ശേരി, മജീദ് മൈ ബ്രദർ, സുദർശൻ നാലുങ്കൽ, ബിനീഷ് കുമാർ കൊല്ലം, രാജൻ മാണിക്കോത്ത് എന്നിവർ സമ്മേളനത്തിൽ പ്രസംഗിക്കും. സംഘടനയുടെ സംസ്ഥാന സമ്മേളനം മുഴുവൻ ജില്ലാ സമ്മേളനങ്ങളും പൂർത്തീകരിച്ച് ഏപ്രിൽ 18 ഫോർട്ട് കൊച്ചിയിൽ നടക്കും. വാർത്താ സമ്മേളനത്തിൽ രാജൻ മാണിക്കോത്ത്, റെയ്മ, രതീഷ് ദേവന, അനിൽ ചിത്രാഞ്ജലി, രാജേഷ് ബാബു, സുധീഷ് കണ്ണൻ, ഹനീഫ പെരിങ്ങോം എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇതോടുകൂടി വാർത്തകൾ അവസാനിച്ചു. നന്ദി.